ആക്റ്റീവ് ആയിരിക്കത്തില്ല. കാരണം അവൻ അങ്ങനെ ഇരുന്ന് കളിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ തൊപ്പിയൊന്നും വലുതായിട്ട് ആക്റ്റീവ് ആകത്തില്ല, അവൻ ഇടയ്ക്കൊക്കെ കയറത്തുള്ളൂ. അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിൽ തൊപ്പിയുടെ ഈ ഗ്യാങ്ങിലുള്ള, അതായത് ഷെമീർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ, മെയിൻ സ്ട്രീം ആൾക്കാരൊക്കെ ഇതിനകത്ത് ആക്റ്റീവ് ആവുമെന്ന് അന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ MRCയുടെ ഒരു നെയിം GTA കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല ബ്രാവോ, ഇത് നിങ്ങൾക്ക് ബ്രാവോയുടെ അടുത്ത് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ ബ്രാവോ എടുത്ത് പറഞ്ഞു, ബ്രാവോ ഇതാണ് സംഭവം, കുഴപ്പമില്ല, അവർ കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവിടെയും ഞാൻ ഒരു ഈഗോയും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സൈഡിൽ നോക്കുക, പറഞ്ഞു നമുക്ക് അടി വരുന്ന സമയത്ത് അടി വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതായത്. ആൻഡ് വൺസ് ഗ്യാങ്ങും പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, തുടങ്ങിയെല്ലാം ഓരോന്നോരോന്നായിട്ട് വന്നു കഴിഞ്ഞപ്പം എന്താ ആദ്യമൊക്കെ നമ്മളിത് സോൾവ് ചെയ്ത് വിട്ടു. നിങ്ങൾ ഈ പറയുന്നത് പോലെ, നിങ്ങൾ ഒരു MRC ഓഡിയൻസിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, കാരണം നിങ്ങളിത് ഫേസ് ചെയ്ത സിറ്റുവേഷന്. MRC ഓഡിയൻസിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ മാക് ആണെങ്കിലും അവരാണെങ്കിലും ഇവരെല്ലാം വന്ന് ഓരോ സിറ്റുവേഷൻസ് TV ആയിട്ടുള്ളതും KV ആയിട്ടുള്ളതും സോൾവ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഈ ഗ്യാങ് മെമ്പേഴ്സിന് വാല്യൂ കൊടുക്കാതെ ഇവര് സിറ്റുവേഷൻസ് സോൾവ് ആക്കി വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ടും ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ഇനി എന്നെ തോപ്പിക്കാൻ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മെമ്പേഴ്സ് ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ആയി പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്ക് ആ സെയിം സാധനം TVക്കകത്ത് വന്നു തുടങ്ങി. അതായത് ഇവന്മാര് ഒരു എൻഡ് ഓഫ് ദ ഡേ ഒരു എക്സ്ക്യൂസ് പറയും, എന്താ ബ്രോ അവരൊക്കെ പുതിയ മെമ്പേഴ്സാണ്, നമുക്ക് TVയിലുള്ളതാണെന്ന് അറിയത്തില്ലായിരുന്നു, TVയിലുള്ളതാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ സിറ്റുവേഷൻ എടുത്തത് എന്ന് പറയും. ഞാനിത് കേൾക്കുമ്പോൾ ഓക്കെ, അവരുടെ സൈഡിലും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, അവർ പുതിയ പ്ലെയേഴ്സാ, ഷെമീറും ഇവരെല്ലാം പുതിയതായിട്ട് ഇതിനകത്തോട്ട് വന്ന ആൾക്കാരാ, ഇവർക്കൊക്കെ എന്താ പ്ലേയേഴ്സിനെ തിരിച്ചറിയാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ ഇവന്മാരോട് നമ്മുടെ TVയിലുള്ള പിള്ളേരുടെ അടുത്ത് പറഞ്ഞ്, എടാ ഇനി നോർമലി നിങ്ങൾ നടക്കുവാണെങ്കിലും മാക്സിമം ഗ്യാങ് ഡ്രസ്സിൽ നടക്കാൻ നോക്കുക. പകലുള്ള സിറ്റുവേഷനിലാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒരു ഗ്യാങ് ഡ്രസ്സ് നടക്കാൻ നോക്കുക. ഗ്യാങ് ഡ്രസ്സ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അറിയാം എന്നുള്ളൊരു രീതിയിൽ. പിന്നെ ആണെങ്കിൽ പോലും ഫാൽക്കണെ പോലത്തെ പ്ലേയേഴ്സൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട്, MRC എന്നെല്ലാം പറഞ്ഞു, കമ്മ്യൂണിറ്റി വന്നിട്ട് ഒരുപാട് നാളായി, ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്, സ്റ്റിൽ സിറ്റുവേഷൻസ് വൃത്തികെട്ട രീതിയിൽ ട്രിഗർ ആവാൻ തുടങ്ങി. മനസ്സിലായ? വൃത്തികെട്ട രീതിയിൽ സ്റ്റിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവാൻ തുടങ്ങി. ഇതൊന്നും സഹിക്കുക വയ്യാതെ ഗൈസ്, ഇത് ലാസ്റ്റിൽ ഉണ്ടല്ലോ, ഞാൻ എന്താ എല്ലാം എനിക്കിത് സോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് ഷെയ്ക്കും മാക്വെല്ലും അവിടെ വന്നിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കാം എന്നുള്ള രീതിയിൽ വന്നിങ്ങനെ സംസാരിച്ചായിരുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് അതിൻ്റെ പിന്നെ ഞാൻ എൻ്റെ നമ്പർ ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരിച്ച് ഞാനങ്ങനെ മണ്ടത്തരങ്ങളൊന്നും ലൈവിലിരുന്ന് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ആരുടെയും നമ്പരും ഇതൊന്നും ലീക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്പറിനകത്ത് വിളിച്ച് കുണ്ണത്തരം പറഞ്ഞവനൊക്കെ ഇന്നലെ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, എൻ്റെ നമ്പർ കുറേ ആൾക്കാരുടെ കയ്യിലുണ്ട്. ആൻഡ് എൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ആക്റ്റീവാണ്. ഞാൻ എൻ്റെ ഇതിനകത്തെല്ലാം മെസ്സേജുകൾ ഇടാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതിൽ മെഡിക്കൽ എമർജൻസീസും ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കുന്നവരെ എല്ലാം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു നമ്പറും കൂടിയാണത്. അതുകൊണ്ട് എനിക്കതിൽ വലിയ ഇത് കുഴപ്പമില്ല ഇതാക്കിയത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്, എനിക്കൊരു സെക്കൻഡ്, ഞാനൊന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. ഇത് ചില കാര്യങ്ങൾ കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ ഈ പറയണത് പോലെ നമ്മൾ വായ്ത്താളം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളൊരു സാധനം വരും ഗൈസ്. ഇത് MRCയിലെ മാക് ഇഷ്യൂസ് വൾഗർ ആയിക്കൊണ്ടിരുന്ന സമയത്ത് വെളുപ്പിനെ 4:19 ഞാൻ അവൻ ആദ്യമേ എൻ്റെ അടുത്ത് വിളിച്ചായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഞാൻ തിരിച്ച് വിളിച്ച്, എൻ്റെ അടുത്ത് ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച്, എടാ കിടന്നോന്ന് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ച്. അപ്പം ഞാൻ ഇല്ല, ലിങ്ക് അയക്കട്ടെ. ഞാൻ പറഞ്ഞു ഷെയ്ക്കിൻ്റെ സെർവറിൻ്റെ ലിങ്ക് അയച്ചു വന്നു. അപ്പം ഞാൻ ഇൻ ജനറൽ VC എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. സൺഡേ 15 മാർച്ചിന് ഞങ്ങൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-2.5 മണിക്കൂർ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച്. അന്ന് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞ ലീഡർ, MRCയുടെ മാറ്റർ ആയിട്ട് പോലും ഈ പറഞ്ഞ ലീഡറും ഇപ്പൊ റിയാക്ട് ചെയ്യുന്നതും തിളക്കുന്നതായിട്ടുള്ള ഒരാളെ പോലും MRCക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആ VC കണ്ടില്ല. പക്ഷെ വെളുപ്പിനെ 4 മണി തൊട്ട് 6 മണി വരെ ഞങ്ങളിരുന്ന് സംസാരിച്ചു.
കോഹ്ലിഡേഴ്സ് രണ്ടുപേരും ഞാനും ഇരുന്ന് സംസാരിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നിട്ട് ടി വിക്കകത്ത് നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനത്തെ റിവലറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ അന്നവരെ കൊണ്ടുവന്നായിരുന്നു. ഞാനിതൊന്നും സ്ക്രീൻ റെക്കോർഡൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മറ്റേ റെക്കോർഡ് ചെയ്ത് എഴുതി പോകുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡൊന്നും ഞാൻ അവിടെ എടുത്തിട്ടില്ല. ബിലാല്, എന്താ മാലിക്, അങ്ങനെ കുറെ പേര് വന്ന് സംസാരിച്ചു എന്നോട് കുറെ പേര് വന്ന് സംസാരിച്ച് ഞാൻ ഇവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, അതായത് സിറ്റുവേഷൻ ഒന്നും ഇനി നമ്മുടെ സൈഡിൽ നിന്ന് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല ബ്രോ. പിന്നെ എനിക്ക് ബിലാലൊക്കെ എന്നോട് പറഞ്ഞു HF ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബ്രോ അങ്ങല്ലാതെ വേറെ അങ്ങനെ ഒന്നും ഇല്ല, വേറെ ഈ പറയണ പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കി. ഞാനും ഇത് വളരെ ന്യൂട്രലായിട്ട് എടുത്ത് MRCയുടെ ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ അവരെന്നെ കാണിച്ച്, എന്നെ ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ കാണിച്ച്, ഇതാണ് നമ്മുടെ വണ്ടി കുറച്ചുകൂടെ പണിയുണ്ട് അതാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ MRCയുടെ 3 വണ്ടികളും എന്നെ കാണിച്ച്, ഞാൻ അതിനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഈകൾ പറ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇതെല്ലാം അവരുടെ അടുത്ത് സംസാരിച്ച് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ പാക്കി പോയൊരു കാര്യമാണ്. നമ്മൾ എന്നിട്ടും ഒരു സിറ്റുവേഷൻ നമ്മൾ ഗൈസ് എനിക്ക് എന്താ ആവശ്യമുണ്ട് ഗൈസ് ഈ വെളുപ്പിന് 4 മണിക്ക് ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളയോടൊക്കെ സംസാരിക്കണത് പോലെ VC പോയിരുന്നു ഞാൻ ഇവരുടെയൊക്കെ അടുത്ത് സംസാരിക്കേണ്ടത്? എനിക്ക് ഒരു കമ്മിറ്റ്മെന്റും എഫേർട്ടും അങ്ങനെയാണല്ലോ പൊതുവെ എൻ്റെ അടുത്ത് എന്നെ പറ്റി പറയണത് അങ്ങനെയാണല്ലോ വെളിയിൽ. എനിക്കൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ട് എനിക്ക് എന്തിന്റെ ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യണ്ടേ? ഞാൻ എന്നിട്ടും ഇതെല്ലാം ഓക്കെ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിർത്തി. എണ്ണീറ്റ് പോടാ കുണ്ണേന്ന്. അതിപ്പോ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യൂടാ? നിന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ആൾക്ക് സംസാരിക്കാൻ പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് നിന്റെ തന്തയെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന നിന്നെ ഒന്നും ഒരിക്കലും ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്പ്രസ് ചെയ്യുന്ന കാര്യം വിട്. എന്നിട്ട് ഗൈസ് എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പോയി സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം വീണ്ടും നോർമലായി നോർമലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേ ഹലോ, ഇത് ലയർ ആണോ? കുറച്ച് ഓവറാക്കണോ? അമ്പത്തൂരെ അമ്പത്തൂരെ നീ കരണേ അല്ല ബ്രോ എന്താ പറഞ്ഞ വീണ്ടും ഇത് ഞാൻ സിറ്റിയിലുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ അതിൽ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് അമ്പത്തൂരിൻ്റെ അടുത്ത് പോയിട്ട് ഈ സിറ്റുവേഷൻ വേണ്ടാടാ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവന്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കാണാതെ ഞാൻ അവനെ പറഞ്ഞു വിട്ട്. ഞാൻ അവന്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കേൾക്കാതെ, അല്ലെങ്കിൽ അവന്റെ ഒന്ന് എന്താ അവിടെ സംഭവിച്ചതെന്ന് പോലും കേൾക്കാതെ ഞാൻ ഇവനെ പറഞ്ഞു വിട്ട്. ഇത് കഴിഞ്ഞപ്പം ഈ സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഫ്രണ്ട്ലി എന്ന് അവര് പറഞ്ഞിട്ട്, എനിക്കിത് ഫ്രണ്ട്ലി ആയിട്ട് പോകത്തില്ലെന്ന് അവർ എനിക്ക് ഉറപ്പായിരുന്നു. അവര് പറഞ്ഞിട്ട് ടിവിയുടെ ഗ്യാങ് വണ്ടി, ടിവിയുടെ ഗ്യാങ് ഡ്രസ്സ്, അമ്പത്തൂർ ഇവിടെ വെറുതെ വന്ന് ഇരുന്നതല്ല, അമ്പത്തൂരിനെ വിളിച്ചതാ. അമ്പത്തൂരിനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവന് ലൈവ് ഉണ്ടായിരുന്നു. അമ്പത്തൂരിനെ വരാൻ പറഞ്ഞു. അമ്പത്തൂർ ഇവിടെ വന്നിരുന്നു. അമ്പത്തൂർ ഇവിടെ വന്നപ്പം ഷമീർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് റെസ്പെക്റ്റിലാവുമ്പോൾ മിണ്ടാതെ അവിടെ ഇരുന്ന് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ്, ഇവന്റെ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി അമ്പത്തൂരിനെ എന്തോ ചെയ്യുന്നത്. വിളിച്ചപ്പോഴത്തേക്കിന് ഈ പറയണത് പോലെ പെട്ടെന്ന് അവൻ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് ബ്രോ, അവൻ അമ്പത്തൂർ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടെന്ന് പോലും അറിയില്ല. കഴപ്പ് ബ്രോ. ഇത് അപ്പം നിങ്ങൾ പറയണതെന്ന് പറഞ്ഞാൽ MRC ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണെന്നാണോ, അതോ TVക്ക് മാത്രമാണെന്നാണോ? ബ്രോ, ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് പുള്ളി ഈ സിറ്റിയിൽ കളിക്കുക. ഇത് ടിവിയുടെ ഗ്യാങ് ഡ്രസ്സ്, ഇത് ടിവിയുടെ ഗ്യാങ് വണ്ടി. സിറ്റുവേഷൻ ആകരുത് എന്നൊരു സാധനം നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അറ്റ്ലീസ്റ്റ് ഇതൊക്കെയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ സോറി പറഞ്ഞില്ലേ? തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറയണം ഇതിനെപ്പറ്റിയോ അല്ല ഗൈസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക, അത് നിങ്ങൾ അതിലേക്ക് വാ. സോറി പറഞ്ഞു, ഓക്കെ. ഞാൻ പറയണം അതിനല്ല, എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയതെന്നാണ് ചോദിക്കുന്നത്. ഇതില് എന്റെ മെമ്പേഴ്സിനും എന്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന എന്റെ വ്യൂവേഴ്സ് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് TVയെ തള്ളി പറയാ അല്ലെങ്കിൽ TVയുടെ അടുത്ത് സിറ്റുവേഷൻസ് എടുക്കരുത് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതാക്കിയിട്ടില്ല. അങ്ങനെ ഓർക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ KVയുടെ ഒരു കാര്യത്തിലും ഈ പറയണ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിലും വരാം.
അതുവരെ അണ്ടിൽ ഞാൻ പുതിയതായിട്ട് വന്ന ഒരു ഗ്യാങ്ങിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്റെ